ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെ താലിമാറ്റൽ ചടങ്ങിന്റെ ഇടയ്ക്കുണ്ടായ പ്രശ്നങ്ങളിലെല്ലാം തന്നെ സച്ചിയോടും രേവതിയോടും ഭയങ്കര ദേഷ്യമാണല്ലോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇരുവരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് ചന്ദ്ര പറയുകയാണ്. അവരിവിടെ നിന്ന് പോയില്ല എന്നാണെങ്കിൽ താൻ വീട്ടിൽ വിട്ട് പോകുമെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ തന്നെ വീട് വിട്ടു പോയേക്കാം. രേവതി, നിന്റെ ഡ്രസ്സുകൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ, നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. അച്ഛൻ്റെ ഡ്രസ്സും കൂടെ എടുത്തോളാൻ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഒന്ന് പരുങ്ങാണ്. എന്നിട്ട് ചോദിക്കുന്നു, നീ എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ അച്ഛനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്രയും അതുപോലെ സുധിയും കൂടി വേഗം തന്നെ രവിയെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, എൻ്റെ മകൻ എവിടെയാണ് അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. 24 മണിക്കൂർ നിന്റെ 2 മക്കളെ പറ്റി പറയാറില്ലേ? എനിക്ക് 3 മക്കളാണുള്ളത്. അവരിൽ ഒരാൾ എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എവിടെയാണ് ജീവിക്കുന്നത് അവിടെയാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഇവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചല്ലേ എന്നൊക്കെയാണ് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, എങ്ങനെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇവൻ കടലിൽ ചാടാൻ ഞാൻ ചാടും, കാരണം ഇവൻ രക്ഷിക്കുമെന്ന് തന്നെ തീർച്ചയായിട്ടും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്നൊക്കെ രവി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് സന്തോഷം കാരണം കണ്ണുകളൊക്കെ നിറയാം കേട്ടോ. അതിനുശേഷം രവി വീണ്ടും പറയുന്നത്, നിനക്കൊരു കാര്യം തീരുമാനിക്കാൻ, ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്നാണെങ്കിൽ എൻ്റെ മകനും മരുമകളും ഈ വീട്ടിലുണ്ടാവണം. അത് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവസാനം ചന്ദ്ര തോൽവി സമ്മതിക്കണം. ചന്ദ്ര പറയുന്നുണ്ട്, ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമല്ലേ വലുത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാം പറഞ്ഞുകൊണ്ട് രേവതിയെ സച്ചി ഒന്ന് രൂക്ഷമായി നോക്കിയതിന് ശേഷം ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ശ്രുതിയാകട്ടെ ആകെ സങ്കടമാകട്ടെ, കാരണം ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ നമ്മുടെ സച്ചി രേവതിയും പോകുമെന്ന്. അതെല്ലാ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതിയും. പെട്ടെന്ന് തന്നെ രവി സച്ചിയോട് രേവതിയായിട്ട് പറയാൻ, നിങ്ങൾ ഇതിൽ അകത്തേക്ക് കയറിച്ചല്ലേ, അമ്മ പറഞ്ഞത് വലിയ കാര്യമാക്കി എടുക്കണ്ടായെന്നും പറഞ്ഞുകൊണ്ട് രേവതിൻ്റെ സച്ചിനെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. അതിനുശേഷം ശ്രുതിയോടും അകത്തേക്ക് കയറി വരാനായിട്ട് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. രവിയുടെ കൂട്ടി തന്നെ ശ്രുതി പോകുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു കിട്ടിയത്. ഞാനിപ്പോൾ തന്നെ രേവതിയും സച്ചിയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാ പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കായിട്ട് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്തിൻ്റെ ഒരു സുഹൃത്തും ഉണ്ടാവും കേട്ടോ. അയാൾ വന്നിട്ട് ശ്രീകാന്തിനോട് ചടങ്ങൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത്, നീ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിക്കാതിരിക്കുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക്, നീ എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വീട്ടിലെന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ ഇന്ന് എന്തായാലും ജോലിക്ക് കയറണം, നീ ആകെ ഡള്ളാണ്, വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്ന സമയത്ത്, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൂടിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക്, ഇവിടെ അതിന് പാത്രത്തിൽ സൗകര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ റൂമുള്ളൂ, അവിടെ നീ വിചാരിക്കുന്ന രീതിക്ക് ഒരു സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്ന നേരത്ത്, അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു സുഹൃത്ത് ചോദിക്കുന്നത്, എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അതോ വർഷയുമായിട്ടാണ് പിണക്കമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, മൊത്തത്തിൽ പ്രശ്നമാണെടാ, എന്തായാലും കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, കല്യാണത്തിന് മുന്നേ പിന്നെ സമാധാനമാണ്, ഇതെല്ലാം പോയി എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എന്തായാലും ജോലിക്ക് നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിനെ മീര വിളിക്കേണ്ട, എന്നിട്ട് പറയുന്നുണ്ട്, എടി ശ്രുതി, നിനക്ക് എന്തായാലും നല്ല രാശിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം തന്നെ ആ ഒരു ചടങ്ങിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സമയത്ത് നിന്റെ ആൻറ്റി മറന്നു പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അതൊരു കണക്കിന് നന്നായി, അതിൽ സച്ചി മൂലം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി നന്നായി, അതുകൊണ്ട് തന്നെ ആൻറ്റി എല്ലാ പ്രശ്നങ്ങളും മറന്നുവെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ മീര വീണ്ടും ചോദിക്കും, ഇനിയിപ്പോൾ എന്തായാലും ആൻറ്റി ഒന്നുകൂടി നിന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ എന്തായാലും ചോദിക്കാതിരിക്കും, കാരണം അച്ഛൻ അവിടെ നിന്ന് പോകുന്നു എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇത്രയും നേരം വരാത്തതുകൊണ്ട് തന്നെ അവരൊരു ചോദ്യം ഉണ്ടായേക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത്, നിലവിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇപ്പോൾ നിലവിൽ ആൻറ്റി വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പുറകിലാണ്, അവരെ എത്രയും വേഗം വീട്ടിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ ഇനിയിപ്പോൾ അവന് ചോദിക്കുവാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ടേക്ക് വന്നിരുന്നു സച്ചി കാണിച്ച ഒച്ചപ്പാടും പല കണ്ടുകൊണ്ട് പിണങ്ങിപ്പോയി എന്നൊക്കെ പറയാമെന്ന് ശ്രുതി പറയുന്ന നേരത്തെ മീര പറയുന്നുണ്ട്, എന്തായാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല, നീ എന്തായാലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കുക, എന്തായാലും ഇനി അവർ ചോദിക്കുന്ന സമയത്ത് ഇതിനൊക്കെ മറുപടി പറയേണ്ടേ എന്നൊക്കെ മീര പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് രേവതി വന്നിട്ട് ശ്രുതിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് കേട്ടോ. രേവതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ മീരയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, മീര ഇന്ന് കുറച്ച് ഞാൻ ലേറ്റായി, ഭക്ഷണം കഴിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ചെല്ലാണ്ട് ഈ സമയത്ത് രവിയെ ഭക്ഷണം കഴിക്കാനും ചന്ദ്രയെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത്, എനിക്ക് വേണ്ട എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. രേവതി നിർബന്ധിക്കുന്ന സമയത്ത്, നീ വലിയ ആളൊന്നും കളിക്കൊന്നും വേണ്ട, നിന്റെ അഭിനയം മതി, എനിക്ക് ഭക്ഷണം വേണ്ട എന്നല്ലേ പറഞ്ഞെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയും, രേവതി ഭക്ഷണം വേണ്ടാത്തവർക്ക് വേണ്ട, ഇവിടെ കഴിക്കാൻ ഇഷ്ടം പോലെ ആക്കാറുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറയുകയാണ്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ചന്ദ്ര നീ പട്ടിണി കിടക്കരുത്, ഒരിക്കലും ഭക്ഷണത്തോട് നമ്മൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല, നീ വന്ന് ഭക്ഷണം കഴിക്കുക, ബാക്കി പ്രശ്നങ്ങൾക്കെല്ലാം
തീരുമാനം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കൂട്ടിക്കൊണ്ട് നിർബന്ധിച്ച് തന്നെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവർക്കും നമ്മുടെ രേവതി വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചോളാം സച്ചേട്ടൻ ഇന്നലെ ഭക്ഷണം കഴിക്കുകയെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചന്ദ്ര കഴിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ ഭക്ഷണം കഴിക്കാത്ത എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ലടാ, ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല, അമ്മയ്ക്ക് എന്തൊരു വലിയ രോഗമുണ്ട് അച്ഛാ, അമ്മനെ എത്രയും വേഗം ആശുപത്രി കൊണ്ടേ കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതേടാ എനിക്ക് വലിയൊരു അസുഖമുണ്ട്, എനിക്ക് ആകെ പ്രാന്ത് പിടിച്ചെടുക്കുക, നീയൊക്കെ കൂടി എന്നെ പ്രാന്ത് പിടിപ്പിക്കുക പറഞ്ഞൊരു സച്ചിനെ രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ചന്ദ്ര. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര നീ ഇപ്പം അതൊക്കെ വിട്ടുകളാം, നമുക്ക് ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്ത് എന്തായാലും ഭക്ഷണം വേണ്ട രവിയേട്ട, ഭക്ഷണം ഇറങ്ങിയെങ്കിലല്ലേ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുകയുള്ളൂ, എന്തായാലും സുധീർ അച്ഛൻ വരാൻ നന്നായി, അദ്ദേഹം ഈ ഒരു കാഴ്ച കണ്ടിരുന്നെങ്കിൽ നമ്മുടെ മാന്യത അദ്ദേഹത്തിന് മുന്നിലും താഴ്ന്നു പോയതിനൊക്കെ നമ്മുടെ ചന്ദ്ര പറയുമ്പോഴത്തേ വേഗം തന്നെ ശ്രുതിക്ക് ഷോക്കാവട്ടെ. കാരണം ചന്ദ്ര ഇതെല്ലാം മറന്നു എന്ന് വിചാരിച്ചാണ് നമ്മുടെ ശ്രുതി ഇരുന്നത്. ആ ഒരു സമയത്ത് അച്ഛൻ്റെ വിഷയം എടുത്തിട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നാലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്ന് നമ്മുടെ ശ്രുതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രുതി ഒന്ന് പരിങ്ങുകയാണ്. അതിനുശേഷം ചന്ദ്ര വീണ്ടും പറയും, ഇവർ ഭാര്യ ഭർത്താവും കാരണം എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ പോട്ടെ ശ്രുതി, നിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ശ്രുതി ആ കൊല ഓർക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ ശ്രുതി, നിന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഒരു അക്ഷരം ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, മഴ വരുന്നു എന്ന് TV പറയുന്ന കണക്കിനാണ് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം, അച്ഛൻ ഇപ്പോൾ വരും നാളെ വരുമെന്നൊക്കെ പറയുന്നല്ലാതെ അച്ഛൻ വരുന്ന കാണുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാത്തതുകൊണ്ട് ചന്ദ്രക്ക് ദേഷ്യം വരുന്നു. ചന്ദ്ര പറയുന്നത്, നീ എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ എങ്ങനെ മിണ്ടാൻ, അവൾ ഇപ്പം തന്നെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ പാളറടത്തിൽ നിന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര വീണ്ടും ചോദിക്കും, നീ കള്ളത്തരങ്ങൾ ആലോചിച്ച് കുട്ടിക്കാണ്, നീ എന്നെ പറ്റിക്കുമായിരുന്നു, നീ കള്ളം പറയുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിനോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. ഈ ഒരു സമയത്ത് രവി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ശ്രുതിയുടെ അച്ഛനെ പറ്റി ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതിക്ക് ഓക്കാനം വരിക കേട്ടോ. ശ്രുതി വേഗം പോയി ഛർദ്ദിക്കുകയും അതുമാത്രമല്ല തല കറക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് തല കറക്കുന്നുണ്ടോ, നിനക്ക് പുളി കഴിക്കാൻ തോന്നുന്നുണ്ടോ, എപ്പോഴും ഓക്കാനം വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തന്നെ ശ്രുതി ഉവ്വ എന്ന് മറുപടി പറയാം. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ചന്ദ്ര വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, മോനെ ശ്രുതി നീ സാധിച്ചെടുത്ത് എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ താടയിൽ പിടിച്ചിങ്ങനെ ബലം പിടിച്ചിങ്ങനെ സ്നേഹപ്രകടനം കാണിക്കട്ടെ. ഇത് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി വേഗം താടി തൊട്ട് വെക്കി, ഈ താടി നേരത്തെ ഉണ്ടല്ലോ അമ്മ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നെങ്കിലും മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് നെറുകയിൽ ഉമ്മയെ കൊടുക്കുന്നുണ്ടായി. പിന്നീട് രേവതിയായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തുകൊണ്ട് വായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ അവിടുത്തെ പറഞ്ഞു വിടുകയാണ്. രേവതി പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചന്ദ്ര, എന്താ കാര്യം തുറന്നു പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവിയേട്ട 3 മക്കളെ പ്രസവിച്ചോളല്ലേ ഞാൻ, എനിക്ക് അറിയാം ഇത് നമ്മുടെ ശ്രുതിക്ക് വിശേഷമുണ്ട്, നമ്മുടെ ശ്രുതിയാണ് ആദ്യം അച്ഛനാവാൻ പോകുന്നത്, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എൻ്റെ മൂത്ത മകനാണ് ആദ്യം അച്ഛനാവാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് രവിക്കും അതിലുപരി നമ്മുടെ സച്ചിക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. ശ്രുതി ആകട്ടെ ഇത് എപ്പോൾ സംഭവിച്ചു എന്നുള്ള ആകെ കണക്കൂട്ടലിൽ നിൽക്കുകയാണ്. ശ്രുതി ആണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. ശ്രുതിയും നമ്മുടെ ചന്ദ്രയുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രുതി വേഗം ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര വേഗം എല്ലാവരും തിരിച്ചു നിർത്തുകയാണ്. കാരണം അവർക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടാവില്ല. ഭാര്യ അമ്മയാവാൻ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ സ്നേഹപ്രകടനങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ ചന്ദ്ര എല്ലാവരോടും തിരിഞ്ഞു നിൽക്കാൻ പറയുന്നത്. എന്നാൽ ഇരുവരും വന്നതിന് ശേഷവും പരസ്പരം നോക്കുക എന്നല്ലാതെ കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ, ഏട്ടാ ശ്രുതി നീ അച്ഛനാവാൻ പോകുന്നു, രവിയേട്ടൻ്റെ അച്ഛനാവുന്നു, ഞാനൊരു അച്ഛമ്മയാവുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് നീ എന്തായാലും ഉറപ്പിക്കാൻ വരട്ടെ, എന്തായാലും ശ്രുതി ഉണ്ടല്ലോ ഇവിടെ, ശ്രുതി നീ പോയി ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ, എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് കൺഫേം ചെയ്യുന്നത്, എനിക്കറിയാം എൻ്റെ മരുമകൾ ഗർഭിണിയാണ്, എനിക്ക് എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷിച്ച് നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.